ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്ലാസിക് മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എപ്പോഴത്തെയും പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അരപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എൻ്റെ ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഒന്നെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ 2-3 തവണ അരിച്ചെടുത്താൽ മതിയാവും. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിക്കാതെയാണ് 1/4 കപ്പ്. ഇനി നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഇതുപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോടെ എടുത്ത് ചേർത്ത് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. ആ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ താന്നു പോകും കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസോടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ബാറ്റർ ഓക്കെ ആയിക്കോളും. ബട്ടർ ചേർത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസോട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അങ്ങനെ നമുക്ക് സൈഡിലായിട്ടുള്ള ഒരു മിക്സൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വാനില ബാറ്ററിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ലോഫ് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വാനില ബാറ്റർ അതുപോലെ ചോക്ലേറ്റ് ബാറ്റർ അങ്ങനെ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഒരേ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ പകുതി ചോക്ലേറ്റ് ബാറ്ററും പകുതി വാനില ബാറ്ററും എടുത്താൽ മതിയാവും. ഞാനിവിടെ കൂടുതലും വാനില ബാറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവനും ഒഴിച്ചെടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയമൊക്കെ ചിലപ്പോൾ മാറ്റം വരും. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്ക് ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ കുക്കറിൽ ഒഴിച്ചൊക്കെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാറ്റർ എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസിക് മാർബിൾ പൗണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്യാം. കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കേക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നല്ല സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്ക് ചെയ്യുന്ന അന്ന് കഴിക്കുന്നതിനേക്കാളും
ഒരു പടി ടേസ്റ്റ് മുന്നിലാണ്. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഈ കേക്ക് എന്നല്ല, ഏത് കേക്കാണെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസിക് മാർബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.